നമ്മളെ വീട്ടിലൊക്കെ ആർക്കെങ്കിലും വയറിന് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഛർദി വരിക അല്ലെങ്കിൽ വയറിളക്കം പോലെ പോവുക ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഫുഡ് അതുവരെ കഴിച്ചതിനെ പോലെ കഴിക്കാൻ പറ്റൂല, ഭാരമുള്ള എണ്ണയുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റൂല, ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റൂല എന്ന് നമുക്ക് സാധാരണ അറിയാം. എന്നാൽ എന്തൊക്കെ കഴിക്കണതാണ് ആ സമയത്ത് വയറിന് നല്ലത് എന്നുള്ളത് നമുക്ക് പല ആളുകൾക്കും അറിയൂല എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നതിൽ അതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ വയറിനിങ്ങനെ പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് ചെന്നിട്ട് ആ വയറ് അറിഞ്ഞാൽ നിൽക്കുകയായിരിക്കും, ഒന്നെങ്കിൽ ഛർദ്ദിക്കാൻ അല്ലെങ്കിൽ വയറ്റിന്ന് പോകാൻ. അപ്പോൾ നമ്മൾ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് പോലും അറിയാതെ വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമ്മൾ ആ ഫുഡിനെ മയത്തിൽ അങ്ങോട്ട് ദഹിപ്പിച്ചെടുത്ത് തടിമേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മളെ പണി. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് വേണം കഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് 4 ഫുഡുകളാണുള്ളത്. BRAT എന്ന് പഠിച്ചേക്കുക. ബ്രാറ്റ്. ഇത് 4 ഭക്ഷണങ്ങളാണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബനാനയാണ്. ബനാന എന്ന് പറഞ്ഞാൽ പഴം. നമ്മൾ നേന്ത്രപ്പഴമില്ലേ, നേന്ത്രപ്പഴം എടുത്തിട്ട് അത് പുഴുങ്ങിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കേണ്ടത്, ചില ആൾക്കാർക്ക് കുട്ടികളുടെ സ്നേഹം കൂടിയിട്ടേ നല്ല എണ്ണയിലൊക്കെ വാട്ടി കൊടുക്കും, തേങ്ങ ഒക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ആ സമയത്ത് ചെയ്യരുത് കേട്ടോ, എണ്ണയൊന്നും തീരെ പറ്റൂല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ ഒന്ന് പിഴുങ്ങിയിട്ട് കൊടുത്തോളി. ഈ കുക്കറിലൊക്കെ ഇട്ട് പുഴുങ്ങുന്ന പരിപാടിയില്ലേ, ആ പുഴുങ്ങിയിട്ട് അതെന്ത് ചെയ്യാം കൊടുക്കുക. അങ്ങനെയാണ് ഒന്നും കൂടി നല്ലത്. പിന്നെ രണ്ടാമത്തേതാണ് ആർ എന്ന് പറഞ്ഞാൽ റൈസ് എന്നാണ്. റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഏറ്റവും കൊടുക്കാൻ നല്ല ചോറ് കൊടുക്കുന്നതിനെക്കാട്ടിനും കഞ്ഞിയായിട്ട് കൊടുക്കണം നല്ലത്. മൂന്നാമത്തേതാണ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ആപ്പിൾ സോസ് എന്നാണ്. ആപ്പിൾ സോസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറയാൻ മുമ്പ് സംശയം ഉണ്ടാവും. അപ്പോൾ ആപ്പിൾ കൊടുത്താൽ പോരെ, എന്തിനാ ആപ്പിൾ സോസ് കൊടുക്കുന്നത്? ആപ്പിളും കൊടുക്കാം. ആപ്പിൾ കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി ശരിക്ക് കളയണം. കാരണം തൊലിയുമ്പോൾ 2 ഫൈബർ ഉള്ളത്. ഈ ഫൈബർ ആ നേരത്ത് ദഹിക്കൂല, അപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതിന് തൊലി ശരിക്ക് കളഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആപ്പിൾ കൊടുക്കാം. പക്ഷെ അതിനെക്കാട്ടി നല്ലത് ആപ്പിൾ സോസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ആപ്പിൾ സോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. ഒരു 4 ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുക. എന്നിട്ട് അത് ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് തിളപ്പിക്കുക. വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് മധുരമൊക്കെ അങ്ങ് ആഡ് ചെയ്യാം. മധുരമോ ഹണിയോ എന്തെങ്കിലും തേനൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു 15 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് ഉടച്ചെടുത്തിട്ട് അത് കൊടുക്കുക. അതാണ് ഈ ആപ്പിൾ സോസ് എന്ന് പറയുന്നത് കേട്ടോ. നാലാമത്തത് ടോസ്റ്റ് ആണ്. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയലുണ്ടാവും. ടോസ്റ്റർ എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സാധനം. നമ്മൾ വീട്ടിലൊക്കെ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ എനിക്ക് പനിയോ അല്ലെങ്കിൽ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബണ്ണാണ് കൊണ്ടുവരിക. ബണ്ണ് നമ്മൾ ചായയിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കും. പക്ഷെ അതിനായിട്ടൊക്കെ നല്ലത് ഏതാണെന്ന് അറിയോ, ഈ ബ്രെഡ് തന്നെയാണ്. നമ്മളെ ബ്രെഡ്. ഈ ബ്രെഡ് ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ ഇട്ടിട്ട് അത് ശരിക്കും മൊരിയിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഡ്രൈ പാൻ ഉണ്ടല്ലോ, പാനിലിട്ടിട്ട് അത് 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളെ വയറ് പോലും അറിയാതെ, നേരത്തെ പറഞ്ഞ പോലെ വയറ് പോലും അറിയാതെ അത് ദഹിച്ചു പോയിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല ആൾക്കാർ തെറ്റിക്കുന്ന ഒരു വിഷയമാണ്. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, കൂക്കോട് ഹോമിയോപതിക് ആൻഡ് കൗൺസിലിംഗ് സെൻ്റർ, മലപ്പുറം.